കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഗുണ്ട ആക്രമണം. കൊട്ടിയം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് മാരകായുധങ്ങളുമായി എത്തിയ സംഘം ജീവനക്കാരനെ ആക്രമിച്ചത്. സ്ഥാപനത്തിലെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ അടിച്ചു തകർത്തായിരുന്നു ആക്രമണമെന്ന് ബാങ്ക് ജീവനക്കാർ. ഇക്കഴിഞ്ഞ 21 വൈകിട്ട് 5-നും 6-നും ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം. കൊറ്റങ്കര പേരൂർ സ്വദേശിനി അശ്വതി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും അതിൻ്റെ തവണ മുടക്കുകയും തുടർന്ന് ബാങ്കിൽ നിന്നും അശ്വതിയെ ഫോണിൽ വിളിച്ച് ലോൺ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അന്ന് വൈകിട്ട് 5:45 അശ്വതിയുടെ ഭർത്താവ് വിജിത്ത്, സുഹൃത്ത് സുരേഷ് എന്നിവർ മദ്യപിച്ചെത്തി സ്വകാര്യ സ്ഥാപനത്തിലെ മാനേജർ അജയ് കുമാറുമായി വാക്കേറ്റമുണ്ടാവുകയും തൻ്റെ ഭാര്യയെ വിളിച്ച് അജയ് ഘോഷ് അസഭ്യം പറഞ്ഞതായി പറഞ്ഞുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അജയ് ഘോഷിനെ ആക്രമിക്കുന്നത് കണ്ട ബാങ്ക് ജീവനക്കാരൻ ഓടിവരികയും പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അജിത്തിൻ്റെ കയ്യിൽ വെട്ടുകയുമായിരുന്നു. ബാങ്കിന് 20,000 രൂപയോളം നഷ്ടം സംഭവിച്ചു എന്ന് ജീവനക്കാർ പറയുന്നു. തുടർന്ന് കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. SHO സുനിലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് കേരളം 24.